ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. മുനമ്പം മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച ബോട്ടിന്റെ വിവരങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. കൊച്ചി സ്വദേശി ജിബിൻ ആന്റണിയുടെ പേരിലുണ്ടായിരുന്ന ബോട്ട് വാങ്ങിയത് 1,02,00,000 രൂപയ്ക്ക്. ഡിസംബർ 27 വാങ്ങിയ ബോട്ട് ജനുവരി 7 രജിസ്റ്റർ ചെയ്തു. ചതിയിൽപ്പെടുകയായിരുന്നുവെന്ന് ബോട്ടുടമ അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിൽ മത്സ്യബന്ധനത്തിനു വേണ്ടിയാണ് ബോട്ട് അനിൽകുമാറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. യഥാർത്ഥ ഉടമ തിരുവള്ളൂർ സ്വദേശി ശ്രീകാന്താണെന്നും അനിൽകുമാർ പറയുന്നു. ബോട്ട് കണ്ടിട്ട് പോലുമില്ലെന്നായിരുന്നു അനിൽകുമാറിന്റെ വെളിപ്പെടുത്തൽ. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നത്. മനുഷ്യക്കടത്തുമായി സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സ്ഥിരീകരണവും ഒരു വിവരവും പുറത്തു വരാതിരിക്കുമ്പോഴാണ് ഓസ്ട്രേലിയയിലേക്ക് മുനമ്പത്തു നിന്നും മനുഷ്യക്കടത്ത് സംഭവിച്ചിട്ടുണ്ട്, മനുഷ്യർ കടന്നിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നത്. ആ ബോട്ടിൻ്റെ നിർണായക വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്ത് വിടുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് SS ശരണും ചേരുകയാണ്. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, എന്താണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വിധം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? വിശദാംശങ്ങളിലേക്ക് പോയാൽ ആദ്യം. ശരത്ത്, പ്രാഥമികമായി തന്നെ ഈ ഒരു പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം തന്നെ കൃത്യമായി പറയാം. ഇത്തരത്തിലൊരു മനുഷ്യക്കടത്തിന് വേണ്ടി ധൃതിയിൽ ഒരു ബോട്ട് വാങ്ങുകയും അത് രജിസ്റ്റർ ചെയ്യുകയും അതിൽ ആളുകളെ കടത്തുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ്. ഇത് ബോട്ട് വാങ്ങിയത് അതായത് ഡിസംബർ 27 പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ചെന്നൈ തിരുവള്ളൂർ സ്വദേശിയായ ശ്രീകാന്തും അദ്ദേഹത്തിൻ്റെ സഹായിയായ സെൽവവും ചേർന്ന് കൊച്ചിയിലെത്തുന്നു. കൊച്ചിയിലെത്തി ജിബിൻ്റെ പേരിലുള്ള ബോട്ട്, ദേമാത ബോട്ട് വില പറയുന്നു. 1,02,00,000 രൂപയ്ക്ക് വില ഉറപ്പിക്കുന്നു. അങ്ങനെ ആദ്യ അഡ്വാൻസ് ഡിസംബർ 27 10 ലക്ഷം രൂപ ഇവർക്ക് കൈമാറുന്നു. അതിനുശേഷം വളരെ തിടുക്കപ്പെട്ട് ഡിസംബർ 7 സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു മത്സ്യബന്ധന ബോട്ട് കേരളത്തിൽ മത്സ്യബന്ധനത്തിന് പോകണമെങ്കിൽ ഇവിടെയുള്ള ഒരാളുടെ പേരിൽ കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാൻ ഡിസംബർ 7 വരെ സമയമെടുത്തത്. ഡിസംബർ 7 തിരുവനന്തപുരം സ്വദേശിയായ അനിൽകുമാറിനെ ശ്രീകാന്ത് കൊച്ചിക്ക് കൊണ്ടുപോകുന്നു. കൊച്ചിയിൽ എത്തിച്ച ശേഷം ശ്രീകാന്തിനോട് ഇത്തരത്തിൽ മത്സ്യബന്ധന ബോട്ട് താൻ വാങ്ങുകയാണ്, തന്നെ സഹായിക്കണം, തൻ്റെ കൂടെ ജോലിക്കൊപ്പം നിൽക്കണം, ഒപ്പം ഈ ബോട്ടിൻ്റെ ഒരു 30% ഷെയറുകൾ തങ്ങളുടെ പേരിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അനിൽകുമാറിന് പണം നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അനിൽകുമാർ സമ്മതിക്കുകയും ശ്രീകാന്തിനൊപ്പം ബോട്ടിൻ്റെ 30% ഷെയറുകൾ അനിൽകുമാറും വാങ്ങുന്നു. അങ്ങനെ 1,02,00,000 രൂപയ്ക്ക് 70% ഷെയറുകൾ ശ്രീകാന്ത്, തമിഴ്നാട് സ്വദേശിയായ ശ്രീകാന്തിൻ്റെ പേരിലും 30% ഷെയറുകൾ അനിൽകുമാറിൻ്റെ പേരിലുമാക്കി ഈ ജനുവരി 7 രജിസ്റ്റർ ചെയ്ത ശേഷം അനിൽകുമാറിനോട് തിരികെ പൊയ്ക്കൊള്ളാൻ പറയുന്നു. അനിൽകുമാർ തിരികെ തിരുവനന്തപുരത്തെത്തുന്നു. തിരുവനന്തപുരത്തെത്തി 2 ദിവസം അനിൽകുമാർ ശ്രീകാന്തുമായി ഫോണിൽ സംസാരിച്ചു. ആ 2 ദിവസത്തിന് ശേഷം അനിൽകുമാറിന് ഒരു കോള് പോലും ശ്രീകാന്തുമായി സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇതിലെന്തോ സംശയം തോന്നി അദ്ദേഹം നേരെ ശ്രീകാന്തും തിരുവനന്തപുരത്ത് വെങ്ങാനൂർ ഭാഗത്ത് കുറച്ചു കാലമായി താമസിച്ചു വരികയാണ്. വെങ്ങാനൂരിലെ വീട്ടിൽ പോയി അന്വേഷിച്ചു. അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് കുടുംബസമേതം ശ്രീകാന്ത് ഇവിടെ നിന്ന് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു എന്ന്. അങ്ങനെ ആണ് ശ്രീകാന്തിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്ന ഇന്നലെയാണ് അനിൽകുമാർ പോലീസിൽ തനിക്കറിയാവുന്ന വിവരങ്ങൾ കൈമാറുന്നത്. അങ്ങനെ പോലീസ് അദ്ദേഹത്തോട് ഇപ്പോൾ കൊച്ചിയിലേക്ക് ഈ കേസ് അന്വേഷണം നടക്കുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ തിടുക്കപ്പെട്ട് ഒരു ബോട്ട് വാങ്ങുന്നു. ആ ബോട്ട് കേരളത്തിലെ ഒരാളുടെ പേരിൽ കൂടി രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത അനിൽകുമാറിനെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് എന്ത് അപകടം സംഭവിച്ചാലും താൽക്കാലിക ഉത്തരവാദി അനിൽകുമാർ ആയിരിക്കുമെന്ന രീതിയിൽ ഒരു രേഖ ഉണ്ടാക്കുന്നു. രേഖ ഉണ്ടാക്കിയ ശേഷം അനിൽകുമാർ പോലും അറിയാതെ കടക്കുകയാണ്. ഇതോടൊപ്പമാണ് അനിൽകുമാറിൻ്റെ വെളിപ്പെടുത്തൽ ന്യൂസ് 18നോട് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ താൻ ചതിക്കപ്പെടുകയാണ് ചെയ്തത്. ശ്രീകാന്തുമായി മുൻപരിചയമുണ്ടായിരുന്നു. ശ്രീകാന്തുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മുൻപരിചയമുണ്ടായിരുന്നു. ആ പരിചയത്തിൽ താൻ പെടുകയായിരുന്നു എന്നാണ് ഉമേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അനിൽകുമാർ പറഞ്ഞതൊന്ന് കേൾക്കാം. ബോട്ട് വാങ്ങാനുള്ള നിവൃത്തിയൊന്നും എനിക്കില്ല. ഇതിലേക്കൊന്നും അകപ്പെടുന്നത് എന്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ മാറി ചാവടി നട, അവിടെ എന്റെ നമുക്ക് പരിചയത്തിലുള്ള ഒരു കമ്പനി. പരിചയം എങ്ങനെ പറഞ്ഞാൽ വസ്തു കച്ചവടത്തിൽ കുറച്ചു കാലം ഞാൻ വസ്തു കച്ചവടത്തിന്റെ പുറകെയായിരുന്നു. അപ്പൊ അതിന്റെ പുറകെ ഇങ്ങനെ വന്നപ്പോൾ അതിൽ കണക്ട് ചെയ്ത് വന്ന് വസ്തു വാങ്ങാൻ വേണ്ടി വന്നൊരു വീട് സ്ഥലവും വാങ്ങിക്കുന്നു. 2016 ആഗസ്റ്റ് 27 ഒരു
വീട് സ്ഥലവും വാങ്ങിക്കൊടുക്കും ചാവടിയില്ല. അപ്പൊ അവരവിടെ അത് കഴിഞ്ഞ് പുള്ളിയുടെ അനുജൻ വന്നു. അനുജനും അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് ചാവടി നിലവില്ല. അപ്പൊ അവരുമായിട്ട് നല്ല ഒരു രീതിയിൽ അവരെ ഭാഷ എനിക്ക് അറിയാന്നുള്ളത് കൊണ്ട് നല്ല ഒരു രീതിയിൽ അവരുമായിട്ട് ബന്ധം പുലർത്തി. അന്ന് എൻ്റെ അടുത്ത് മാന്യമായ രീതിയിലൊക്കെ ആയിരുന്നു അവർ പെരുമാറിയത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അവരിവിടെ ഒരു വീട് സ്ഥലവും വാങ്ങി. അപ്പൊ ഇവര് തമിഴ്നാട്ടുകാരാണോ? ഒരു തമിഴ്നാട്ടുകാർ. അവരെ വേറെ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം വരുന്നില്ല. ഈ അടുത്ത ഈ കഴിഞ്ഞ മാസം അവസാനം എന്നോട് പറഞ്ഞ ഞാനൊരു ബോട്ട് വാങ്ങാൻ പോകും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു എന്നാലും അണ്ണാ ബോട്ടിന് ഒരു വിഷയം ഉണ്ടെന്നാ, ഇവിടെയുള്ള ഒരു ID പ്രൂഫ് ഉള്ള ഒരാളുണ്ടെങ്കിലേ പറ്റുള്ളൂ, കേരളത്തിൽ ഒരു ID പ്രൂഫ് ഉള്ള ഒരാളെ പറ്റുള്ളൂ. ഞാൻ അത് വേണ്ട, ഇല്ല ഇവിടെ ആളെ വേറെ കിട്ടും, പക്ഷെ നമ്മൾ വിശ്വാസമുള്ള ഒരാളാകുമ്പോൾ ഇത്രയും പൈസ ചെലവാക്കി വാങ്ങുന്നതല്ലേ എന്നോട് പറയും. എനിക്കും അറിയാം വേറെ രീതിയിൽ ഇവരുമായിട്ട് എനിക്ക് വേറെ ഇതൊന്നും ഇല്ല. അപ്പൊ അവിടെ വന്ന് നമ്മളവിടെ താമസിച്ചു. അവർ വിളിക്കാന്ന് പറഞ്ഞ് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു ഇന്നടുത്ത് വരണം, അപ്പൊ ഈ ഹാർബറിന്റെ ആ ഭാഗത്ത് വരണം, അവിടെ വന്ന് നോക്കിയിട്ട് അതിന് നടക്കില്ല. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു വിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ ഒത്തിരി ആവശ്യമുണ്ട്, ഞാൻ തിരിച്ചു പോകും. അത് കഴിഞ്ഞ് 7-ാം തീയതി ശനിയാഴ്ച വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, ഇത് അന്ന് ശനിയാഴ്ച പറ്റത്തില്ല, നമുക്ക് തിങ്കളാഴ്ച ഞാൻ അവർ പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. സ്ഥലം എന്ന് പറയുന്നത് ഒരു മുനമ്പത്തെ പാലത്തിന്റെ അതിൽ കയറി സ്ഥലത്തോട്ട് പോകുമ്പോൾ കുറെ ബോട്ടുകൾ കിടപ്പുണ്ട്, വലിയ ബോട്ട്. ഇതിൽ ഏത് ബോട്ടെന്നും കൂടെ എനിക്കറിയില്ല. അപ്പൊ അതിനകത്ത് ചെല്ലുന്നു, അവര് പൈസ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയത് വേറെ വണ്ടിയിലാണ്. നമ്മൾ 4 പേരുണ്ട്. കാരണം നമ്മള് ഒറ്റയ്ക്ക് വരണമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങള് നേരെ അവിടെ നിന്ന് ഇതിന്റെ പുറകെ പോയി അടുത്ത് ഒരു സ്ഥലത്തിന്റെ പേര് പരവൂർ വെച്ചിട്ട് അവിടത്തെ ഒരു നോട്ടറിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി അഡ്ജസ്റ്റ് അതില് അപ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങള് ശരിക്കും അറിയുന്നത്. തിങ്കളാഴ്ച 7-ാം തീയതി. അപ്പൊ ഇവര് തമ്മിൽ പരസ്പരം എഗ്രിമെന്റ് ചെയ്ത് അതിന്റെ കോപ്പി എന്റെ ഉണ്ട്. അവര് പൈസ കൊടുത്ത എന്റെ പേരിലല്ല എഗ്രിമെന്റ് ഇടുന്നത്, അവരുടെ പേരിൽ തന്നെയാണ്. ആദ്യത്തെ ഫസ്റ്റ് ഘട്ടം അവര് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എനിക്ക് സംഭവം നടക്കുന്നത് ഞാൻ ഈ ഫൈനലില് വരിക, ഞാൻ ഇത് പറയാൻ എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് അവരെ കണ്ടിന്യൂ ഫോൺ പോകുന്നില്ല. ഇതിൽ കൂടുതൽ എന്ത് ചോദിച്ചിരുന്നാലും എനിക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ചതിക്കപ്പെടുകയായിരുന്നു എന്നാണ് അനിൽകുമാർ ആവർത്തിക്കുന്നത്. അനിൽകുമാറിന്റെ പേരിലാണ് തിരുവള്ളൂർ സ്വദേശിയായ ശ്രീകാന്ത് ബോട്ട് കൊച്ചി സ്വദേശിയുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. 1,02,00,000 രൂപയ്ക്കാണ് ബോട്ട് വാങ്ങിയത്. റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലെ പരിചയം വെച്ചാണ്, തിരുവനന്തപുരം വെങ്ങാനൂർ വെച്ചുള്ള ഒരു പരിചയം വെച്ചാണ് ഇതിന് നിന്നുകൊടുത്തത്, സഹായിച്ചത് എന്നാണ് പറയുന്നത്. ഉമേഷ്, സ്വാഭാവികമായും അതിൻ്റെ കമ്മീഷൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാവണം ഒരു പരിചയവുമില്ലാത്തൊരു മേഖലയിൽ 1,02,00,000 രൂപയുടെ ബോട്ട് സ്വന്തം പേരിൽ വാങ്ങാൻ അനിൽകുമാർ മറ്റൊന്നും ആലോചിക്കാതെ തയ്യാറാകാൻ സാധ്യത. തീർച്ചയായും അത്തരമൊരു കുടുംബ പശ്ചാത്തലം തന്നെയാണ് അനിൽകുമാറിനുള്ളത്. അനിൽകുമാർ അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിയാണ് വർഷങ്ങളായി ചെയ്തു പോരുന്നത്. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനിൽകുമാറിനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഓഫർ മുന്നോട്ട് വെച്ചപ്പോൾ, കമ്മീഷൻ നൽകാമെന്നുള്ള ഒരു ഓഫർ മുന്നോട്ട് വെച്ചപ്പോൾ മറ്റൊന്നും നോക്കാതെ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഇതിൽ 1,02,00,000 രൂപ വരുന്ന ബോട്ടിലെ 30% ഷെയറുകളാണ് അനിൽകുമാറിൻ്റെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നത്. അനിൽകുമാറിനെ കൃത്യമായി, അതായത് ഇതൊന്നും പറയാതെ കൃത്യമായി അനിൽകുമാറിനെ വിളിച്ചു വരുത്തുകയും പണം നൽകുകയും അനിൽകുമാറിനെ ബോട്ട് പോലും കാണിക്കാതെ പറഞ്ഞെടുത്തെല്ലാം ഒപ്പിടിച്ച് തിരിച്ചുവിടുകയുമാണ് ചെയ്തത്. ഇത്തരത്തിൽ പ്രീ പ്ലാൻഡായി അനിൽകുമാർ നേരത്തെ തന്നെ ആ പ്രദേശത്ത് ഇത്തരത്തിൽ ശ്രീകാന്തിൻ്റെ സഹോദരനും വീട് എടുത്തു നൽകാൻ സഹായിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ബന്ധമാണ് ഇത്തരത്തിൽ ഒരു ക്രമക്കേടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതും. അദ്ദേഹത്തിന് ഒരുപക്ഷെ കൃത്യമായി ആ രേഖകളും അതിൻ്റെ നിയമവശങ്ങളും കൃത്യമായി അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനായ ആളാണ് അനിൽകുമാർ. അനിൽകുമാറിന് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറൈനും മത്സ്യബന്ധനവും അത്തരത്തിൽ മറൈൻ ലോയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും അനിൽകുമാറിന് കൃത്യമായി അറിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പണം നൽകാമെന്നുള്ള ഓഫർ മാത്രം മുന്നോട്ട് വെച്ചപ്പോൾ തൻ്റെ കുടുംബ പശ്ചാത്തലവും തൻ്റെ സാമ്പത്തിക ബാധ്യതയും മാത്രം കണക്കിലെടുത്ത് അദ്ദേഹം ഇതിന് ഇറങ്ങിത്തിരിച്ചത്. ഇപ്പോൾ
നിലവിൽ അനിൽകുമാർ മാത്രമാണ് ഈ ബോട്ടുമായി ബന്ധപ്പെട്ട ഒരാൾ കേരളത്തിൽ ശേഷിക്കുന്നത്. അനിൽകുമാറിനാണ് ഇതിന്റെ തീർച്ചയായും അത് ഉമേഷിലേക്ക് മടങ്ങി വരാം. അത് അന്വേഷണ സംഘത്തിനൊരു വലിയ പിടിവള്ളിയായി മാറാവുന്നതാണ്. ഈ അനിലിൽ നിന്നും ഈ പറയുന്ന തിരുവള്ളൂർ സ്വദേശി ശ്രീകാന്തിലേക്കും ശ്രീകാന്തിൻ്റെ നാട്ടിലെ പശ്ചാത്തലങ്ങളിലേക്കും അതുവഴിയുള്ള അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് അനിൽകുമാറിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അനിൽകുമാർ സ്വയം ഈ വിവരങ്ങൾ, ഈ വാർത്തയും മറ്റും അറിഞ്ഞതിനെ തുടർന്ന് പോലീസിൽ ഈ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു എന്നതുകൂടിയുണ്ട്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ അതേ തുടർന്നാണ് ന്യൂസ് 18-നുമായി അനിൽകുമാർ സംസാരിച്ചതും ഇക്കാര്യങ്ങൾ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞതും. പുറം ലോകം അറിയാതിരുന്ന എങ്ങനെയാണ് ഈ ബോട്ട് തരപ്പെടുത്തിയത്, എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് മുനമ്പം കേന്ദ്രീകരിച്ച് നടന്നത് എന്നത് ദുരൂഹമായി നിലനിൽക്കുകയാണ്. ഇവർക്ക് കടക്കുന്നതിന്, ഓസ്ട്രേലിയയിലേക്ക് കടക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട ബോട്ട് എങ്ങനെയാണ് ഈ സംഘം വാങ്ങിയെടുത്തത് എന്നത് സംബന്ധിച്ച വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തു വിടുന്നത്. അതിൽ തന്നെ ഈ കേസ് അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിന് വളരെ നിർണായകമായി മാറുന്ന ഒരു വിവരമാണ് അനിൽകുമാർ നൽകിയിട്ടുള്ളത്. അനിൽകുമാറിൻ്റെ പേരിലാണ് ഈ തമിഴ്നാട് സ്വദേശി, തിരുവള്ളൂർ സ്വദേശി ശ്രീകാന്ത് ബോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ധരിപ്പിച്ചാണ്, ഒപ്പം പണം വാഗ്ദാനം ചെയ്തുമാണ് കൂടെ കൂടിയത്. റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട ചില പരിചയങ്ങളാണ് ഇതിന് തയ്യാറായ തന്നെ പ്രേരിപ്പിച്ചതെന്നുമാണ് അനിൽകുമാർ ന്യൂസ് 18-നോട് പറഞ്ഞത്. ന്യൂസ് 18-നോട് ഞങ്ങളുടെ റിപ്പോർട്ടറോട് ഉമേഷിനോട് സംസാരിച്ചതാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് SS ശരൺ കൂടി ചേരുകയാണ്. ഉമേഷാണ് അനിൽകുമാറുമായി സംസാരിച്ചതും ഇപ്പോൾ പ്രേക്ഷകർ കേട്ടതും. കൊച്ചിയിൽ നിന്ന് SS ശരൺ കൂടി ചേരുന്നു. ശരൺ, അന്വേഷണത്തിന് വളരെ നിർണായകമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരമല്ലേ അനിൽകുമാർ ഈ വിധം പങ്കുവെക്കുന്നത്? ആരൊക്കെയാണ് ഈ സംഘത്തിലുള്ളത്, അവരുടെ വേരുകൾ തേടുക, ആ സംഘത്തിൽ ആരൊക്കെയുണ്ട് എന്നത് അന്വേഷിച്ച് പോകുന്നതിനുള്ള ഒരു നിർണായകമായ സൂചന നൽകുന്നതല്ലേ അനിൽകുമാറിൻ്റെ ഈ വിവരങ്ങൾ, അനിൽകുമാർ പറയുന്നത്? തീർച്ചയായിട്ടും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബോട്ട് ഉടമ അനിൽകുമാർ പങ്കുവച്ചിട്ടുള്ളത് നിർണായകമായുള്ള വിവരങ്ങളാണ്. ഏതായാലും ഈ വിവരങ്ങൾ തന്നെയാകണം അദ്ദേഹം ഇന്ന് പോലീസുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പോലീസുമായി അവതരിപ്പിക്കും. ഏതായാലും നിർണായകമായ വിവരങ്ങൾ കിട്ടുന്നതോടുകൂടി തന്നെ ആ കേസിന്റെ ഗതിവിഗതികളെ സ്വാധീനിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളത്. നമുക്കറിയാം 3 രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ബോട്ടിനെ കേന്ദ്രീകരിച്ചാണ്. നേരത്തെ തന്നെ തമിഴ്നാട് കോവളം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് ദയാമാത ബോട്ടെന്നും ഈ ബോട്ടിലാണ് 41 അംഗ സംഘം ഓസ്ട്രേലിയയിലേക്ക് പോയെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹം പങ്കുവച്ച വിവരങ്ങൾ എല്ലാം തന്നെ കേസിൽ നിർണായകമാകും.